Audio Jungle. Hi friends, welcome back to FTA Vlog. FTA Vlogന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോഴേ പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് എനിക്ക് ഇതിൻ്റെ വ്യൂവേഴ്സിനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും പലരും ക്ലാസ് വേഗം കംപ്ലീറ്റ് ചെയ്യണം. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് ഇലക്ട്രോ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറിൻ്റെ ക്ലാസ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് തരണമെന്ന് പലരും വാട്സപ്പിലൂടെ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. ഏതായാലും കുറച്ച് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ് ഞാൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എനിക്ക് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് സെൽ കോൺസ്റ്റന്റിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് എ സെല്ല്, മോളാർ കണ്ടക്ടിവിറ്റി എന്നാൽ എന്ത്, വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. Then finally we are just mentioning Kohlrausch's law. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ക്ലാസ്സുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ആത്മാർത്ഥയോടുകൂടി ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ഒന്ന് എഴുതി വെക്കുക. നോട്ട്സ് ഒക്കെ www.ftachemmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളത് പകർത്തി എഴുതുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് അമ്പിച്ചുവിൻ്റെ മാജിക് ഇടാം. അമ്പിച്ചു ഇന്നൊരു സ്ഥലത്തില്ല. അമ്പിച്ചു വരികയാണെങ്കിൽ അമ്പിച്ചുവിൻ്റെ മാജിക് ഇടും. ഏതായാലും ഇടാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ബൈ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് സെൽ കോൺസ്റ്റന്റ്? അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത്, കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/A ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു A/L. ആ ഒരു ഫോർമുലയിൽ നമ്മൾ നിർത്തിയതാണ് കഴിഞ്ഞ ദിവസം. കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു A/L. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു എന്ത് വരും? കണ്ടക്ടൻസ് ഇൻറ്റു L/A എന്ന് വരും. അതൊന്ന് തലതിരിച്ച് ഗുണിച്ചാൽ മതിയല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായി കാണുന്ന പോലെ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു L/A എന്ന് വരും. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/, റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/, റെസിസ്റ്റൻസ് ഇൻറ്റു L/A എന്ന് പറയാം. L/A എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് ആണ് എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് എന്ന് കിട്ടി. ഈ അവസാനം പറഞ്ഞ ഇക്വേഷൻ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. കിട്ടിയോ? പഠിച്ചോ? കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു അയോണിക് സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ആ അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ കണ്ടെത്തുക. റെഡി? ചോദ്യം മനസ്സിലായല്ലോ? കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഉടനെ ഇക്വേഷനിലേക്ക് വരാം. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അയോണിക് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് അറിയണം. അതുപോലെ കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്ന സാധനത്തിന്റെ സെൽ കോൺസ്റ്റന്റും അറിയണം. എന്താണ് കണ്ടക്ടിവിറ്റി സെല്ല്, അതിന്റെ സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് വഴിയെ നിങ്ങൾ മനസ്സിലാക്കും. ആദ്യം നമുക്ക് അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ അയോണിക് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് ഒരു സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്. ഒന്ന്, അതിനകത്തുകൂടി DC വോൾട്ടേജ് ആണ് കടത്തിവിടുന്നതെങ്കിൽ, ഡയറക്റ്റ് കറണ്ട് ആണ് കടത്തിവിടുന്നതെങ്കിൽ അവിടെ അയോണിക് സൊല്യൂഷൻ കെമിക്കൽ ഡീകമ്പോസിഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ അയോണിക് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് കാര്യമാണ്. ഒരു സോളിഡായ കണ്ടക്ടർ, ഒരു മെറ്റാലിക് വയറൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. വയറിന്റെ ഒക്കെ റെസിസ്റ്റൻസ് നമുക്ക് വേഗം കണ്ടെത്താൻ പറ്റും. അപ്പൊ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അയോണിക് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താം.
DC പകരം AC ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ പ്രോബ്ലം സോൾവ് ചെയ്തത്. പിന്നെ രണ്ടാമതോ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി. അതിനെയാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഈ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടിവിറ്റി സെല്ലിനകത്തുള്ള സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താമെന്ന് മനസ്സിലാക്കി. അപ്പോൾ കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് അറിയേണ്ടത്. ഇതായി കാണുന്ന പോലുള്ള സാധനമാണ് കണ്ടക്ടിവിറ്റി സെല്ല്. രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ഇതാ ഇങ്ങനെയാവാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയാവാം. ഓക്കെ. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ് താഴ്ത്തി വെച്ചിട്ട് പ്ലാറ്റിനം കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡുകളും ഒന്നുകിൽ നേരെ കുത്തനെ താഴോട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കലായിട്ട് സാധനത്തിന്റെ രണ്ട് സൈഡിലും പ്ലാറ്റിനം ഇലക്ട്രോഡ് വെക്കാം. ഈ കാണുന്ന പോലെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടക്ടിവിറ്റി സെല്ല് ഉണ്ടാക്കാം. പല മോഡലിൽ നമുക്കത് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ദൂരം L ആണെന്ന് വിചാരിക്കുക. L ആണ് അവർക്കിടയിലെ ദൂരം. ഇനി ആ ഇലക്ട്രോഡുകളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? L ലെങ്ത് ആയിരിക്കും ആ സൊല്യൂഷൻ. ആ കോളം ഒരു കോളം എന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു കോളം ഉണ്ട് നമ്മൾ വിചാരിക്കുക. ആ കോളത്തിനകത്തുള്ള രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലെ ദൂരം L-ഉം ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A-യും ആയിരിക്കും. ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അടങ്ങിയിരിക്കുന്ന കോളത്തിന്റെ ലെങ്ത് L എന്നും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. റെഡി? അപ്പോൾ നമുക്ക് അവിടെ L/A അറിയുകയാണെങ്കിൽ ആ L/A ആണ് സെൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ L-ഉം A-യും അറിഞ്ഞിരിക്കണം. പൊതുവെ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിന്റെ L-ഉം A-യും ലെങ്ത്തും A-യും കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫിക്കൽട്ടായ ടാസ്ക് ആണ്. അങ്ങനെ പെട്ടെന്ന് നമുക്കത് മെഷർ ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല. ആക്യുറസി ലോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി സെല്ലിന്റെ L/A നമ്മൾ അറിയണം. ഓക്കെ. അപ്പൊ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ L/A അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ, കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുകയാണ്. എന്താ ഇക്വേഷൻ? കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. നമുക്ക് ആക്ച്വലി കണ്ടക്ടിവിറ്റി ആണ് കണ്ടെത്തേണ്ടത്, പക്ഷെ നമ്മളിത് കണ്ടെത്താൻ പോകുന്നത് സെൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ? സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. ശരിയല്ലേ? സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ് കണ്ടെത്താൻ പോകുന്നത്. കണ്ടക്ടിവിറ്റി കണ്ടെത്തണമെങ്കിൽ ഈ അയോണിക് സൊല്യൂഷൻ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൽ എടുക്കണം. അപ്പൊ ആ കണ്ടക്ടിവിറ്റി സെല്ലിന് ഒരു സെൽ കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റെസിസ്റ്റൻസും കൂടി കണ്ടെത്തിയിട്ട് കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്തറിഞ്ഞിരിക്കണം? ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്പാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് കണ്ടെത്തിയാലേ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടിയാലേ നമുക്ക് സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി അത് കിട്ടുകയുള്ളൂ. ക്ലിയർ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് ഈ വോയിസ് ഒന്നും കൂടി കേൾക്കും. അപ്പൊ സെൽ കോൺസ്റ്റന്റ് കണ്ടെത്താൻ പോവാണ്. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാണ് സെൽ കോൺസ്റ്റന്റിന് വേണ്ടിയിട്ട്. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് വേണം? കണ്ടക്ടിവിറ്റി വേണം. പിന്നെ ഈ കണ്ടക്ടീവ് സെല്ലിനകത്തുള്ള സൊല്യൂഷന്റെ റെസിസ്റ്റൻസും കൂടി നമുക്ക് വേണം. കണ്ടക്ടിവിറ്റി നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സൊല്യൂഷൻ അതിനകത്തേക്ക് എടുത്താൽ മതി. ഇപ്പൊ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ വ്യത്യസ്ത കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എത്രയാണ് എന്ന് കാണിക്കുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്ത കോൺസെൻട്രേഷൻ ഉള്ള പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയിട്ട് നമുക്കൊരു ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ള KCl സൊല്യൂഷൻ ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നിറച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി ആ സൊല്യൂഷൻ എന്ത് കിട്ടി? കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് എന്തേ അറിയണ്ടു? റെസിസ്റ്റൻസേ അറിയണ്ടു, അല്ലേ? അപ്പൊ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫോർമുലയിൽ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് എടുക്കാം. കണ്ടക്ടിവിറ്റി നമുക്ക് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കിട്ടിയല്ലോ, അത് നമുക്ക് ഓൾറെഡി തന്നു, ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ആ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്? റെസിസ്റ്റൻസ് ആണ്, അല്ലേ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? മൊത്തം കൺഫ്യൂഷൻ ആകുമെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല.
നമ്മൾ സെൽ കോൺസ്റ്റന്റ് ആണ് കണ്ടെത്തുന്നത് മാത്രം മനസ്സിലേക്ക് വരിക. സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. കണ്ടക്ടിവിറ്റി ഒരു ലിസ്റ്റിൽ നിന്നും കിട്ടി. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ വ്യത്യസ്ത കോൺസെൻട്രേഷനുള്ള സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി അടങ്ങിയ ലിസ്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനുള്ള പൊട്ടാസ്യം ക്ലോറൈഡിന്റെ കണ്ടക്ടിവിറ്റി മനസ്സിലാക്കിയിട്ട് ആ പർട്ടിക്കുലർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ നിറച്ചു. അപ്പൊ കണ്ടക്ടിവിറ്റി കിട്ടി പൊട്ടാസ്യം ക്ലോറൈഡിന്റെ. ഇനി ആ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് അല്ലേ കണ്ടെത്തേണ്ടത്? യെസ്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി റെസിസ്റ്റൻസ് നമ്മൾ ഗുണിച്ചാൽ സെൽ കോൺസ്റ്റന്റ് കിട്ടും. റെഡി? യെസ്. അങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്സ് ലാബിലൊക്കെ നിങ്ങൾ പഠിക്കും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുക. അപ്പൊ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പറഞ്ഞാൽ അതിന്റെ ഒരു കണക്ഷൻ ഡയഗ്രാം ആണ് ഈ കാണുന്നത്. ഇവിടെ 4 വ്യത്യസ്ത റെസിസ്റ്റൻസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് R2 താഴെ R4 ആണ്. രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് അപ്പർ സൈഡിൽ കാണുന്നത് R1 R3 ആണ് അല്ലേ? അവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്, ഒരു ഓസിലേറ്റർ ഒക്കെ ഉണ്ട്. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസിന്റെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടും. എന്താണ് ഇക്വേഷൻ? R2/R4 ഈക്വൽ ടു R1/R3 എന്ന് കിട്ടും. ഈ R2 ഭാഗം എന്നുള്ളത് നമ്മൾ നേരെ ഈ കണ്ടക്ടിവിറ്റി സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ക്ലിയർ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ R2/R4 ഈക്വൽ ടു R1/R3 ആണ്. ആ R2/R4 എന്ന് പറയുന്നത് R2 ഭാഗം നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലുമായിട്ട് ഇതായി കാണുന്ന പോലെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ R2/R4 ഈക്വൽ ടു R1/R3 ആണെങ്കിൽ വാട്ട് ഈസ് R2? R2 ഈക്വൽ ടു R1/R3 ഇൻറ്റു R4 അല്ലേ? R1ഉം R3ഉം R4ഉം ഇത് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ ഈ അൺനോൺ ആയ R2 കിട്ടും. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടിവിറ്റി സെൽ, റെസിസ്റ്റൻസ് ഓഫ് ദ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഹാവിങ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? R1നെ R3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് R4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് ആ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ആരുടെ റെസിസ്റ്റൻസ്? ഈ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ്. അപ്പൊ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മൾ സെൽ കോൺസ്റ്റന്റ് കണ്ടെത്താൻ പോവാണ്. സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. കണ്ടക്ടിവിറ്റി ആ കോൺസെൻട്രേഷൻ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു ഇൻറ്റു ഇപ്പോൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. അപ്പം ആ റെസിസ്റ്റൻസ് കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടി. അപ്പൊ ഈ പർട്ടിക്കുലർ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് കിട്ടിയോ? കിട്ടി. ഇനി നമ്മൾ യഥാർത്ഥ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ? നമ്മളിത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി അറിയുന്ന ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനൊക്കെ ആ കണ്ടക്ടിവിറ്റി സെല്ലിൽ നിന്ന് മറിച്ച് കളയുന്നു. എന്നിട്ട് ഒരു അൺനോൺ കണ്ടക്ടിവിറ്റി ഉള്ള, അതായത് കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് അറിയാത്ത ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ നടക്കുകയാണ്. എന്നിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ പോവാണ്. അപ്പൊ വീണ്ടും എന്താ ഇക്വേഷൻ? ഇത് ഒരേ ഇക്വേഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടാണ് ഈ പറയുന്നത്. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നിറച്ചിരിക്കുന്ന കണ്ടക്ടിവിറ്റി അറിയാത്ത സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എവിടെയാണ് ഈ സൊല്യൂഷൻ നിറച്ചിരിക്കുന്നത്? നേരത്തെ ഉപയോഗിച്ച അതേ കണ്ടക്ടിവിറ്റി സെല്ലാണ്. അപ്പൊ ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് നേരത്തെ കിട്ടിയല്ലോ. അപ്പോൾ ഇക്വേഷനിൽ സെൽ കോൺസ്റ്റന്റ് പാർട്ട് നമുക്ക് കിട്ടി ഓൾറെഡി. ബൈ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും? ഇപ്പം ഈ അൺനോൺ ആയ ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കുന്ന ഈ കണ്ടക്ടിവിറ്റി സെല്ലിനെ നേരത്തെ എടുത്ത് നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ R2 ഭാഗത്ത് കണക്ട് ചെയ്യും. റെഡി? സംഭവം സിമ്പിൾ ആണ്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R2 കിട്ടുമല്ലോ. R2 ഈക്വൽ ടു R1/R3 ഇൻറ്റു R4 അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കിട്ടി. നേരത്തെ നമ്മൾ സെൽ കോൺസ്റ്റന്റ് കിട്ടി, ഇപ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഈ സെൽ കോൺസ്റ്റന്റിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിറച്ചിരിക്കുന്ന ഈ അൺനോൺ ആയ കണ്ടക്ടിവിറ്റി സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടി. അത് നോൺ ആയി. അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഭാഗം കേൾക്കുക. ഒന്നുകൂടി വേണമെങ്കിൽ കേട്ടോളൂ. പിന്നെ വളരെ സിമ്പിൾ ആയ സാധനമാണ് മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. ക്ലിയർ? ഗെറ്റ് മീ? യെസ്. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 റെസിസ്റ്റൻസ് ആണ് ഉപയോഗിക്കുക. ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ആ 4 റെസിസ്റ്റൻസിൽ R2/R4 R1/R3യെ ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഡിറ്റക്ടറിനകത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ കറണ്ട് 0 ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്.
ഓക്കെ, താഴെ കാണുന്ന സാധനം ഓസിലേറ്റർ ആണ്. ഓസിലേറ്ററിലൂടെ AC വോൾട്ടേജ് കൊടുക്കുന്നു. എന്നിട്ട് R2, R4, R2/R4, R1/R3 ബാലൻസ് ചെയ്യുമ്പോൾ ഡിറ്റക്ടറിലൂടെ കറണ്ട് 0 ആണ് ഫ്ലോ ചെയ്യുന്നത്. 0 ആണ് കറണ്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഡിറ്റക്ടറിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമ്മൾ ബാലൻസ്ഡ് സ്റ്റേജിൽ എത്തിയെന്ന് പറയും. അങ്ങനെ ബാലൻസ്ഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുന്നത്. R2/R4 = R1/R3. Therefore R2 ആണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ R2 = R1/R3 × R4 എന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ that is placed between two electrodes kept separated by distance L and having area of cross section A. അപ്പോൾ അത്തരം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയത്തിനകത്തുള്ള സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ്. നമ്മളൊരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുക. ഉദാഹരണത്തിന് മില്ലിമീറ്റർ നീളവും 1 മില്ലിമീറ്റർ വീതിയും 1 മില്ലിമീറ്റർ ഉയരവുമുള്ള ഒരു സ്മോൾ ക്യൂബ് കൺസിഡർ ചെയ്യുക. ആ ക്യൂബിനകത്തുള്ള കൺഫൈൻ ചെയ്തിരിക്കുന്ന സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടക്ടിവിറ്റി വാരി ചെയ്യും എപ്പോഴും ഓൺ കോൺസെൻട്രേഷൻ ചേഞ്ച്. നമ്മൾ ഈ സൊല്യൂഷനകത്തേക്ക് വെള്ളം ഒഴിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുമ്പോൾ ഈ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണല്ലോ. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതിനകത്തേക്ക് നമ്മൾ കുറച്ചും കൂടി 3-4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആ അതിനകത്തുള്ള മോളിക്യൂൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, ആദ്യമാണ് കോൺസെൻട്രേഷൻ കൂടുതൽ, അവസാനമാണ് കോൺസെൻട്രേഷൻ കുറവ് എന്നുള്ളത്. ശരിയല്ലേ? യെസ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്തോറും ഡയലൂഷൻ കൂടുന്തോറും പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏരിയ വോളിയം കൂടിക്കൂടി വരും. അപ്പോൾ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. ഗെറ്റ് മീ? യെസ്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിനകത്ത് ഉള്ള പാർട്ടിക്കിൾ കാണിക്കുന്ന കണ്ടക്ടൻസ് ആണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡയലൂഷന് മുമ്പേയും ഡയലൂഷന് ശേഷവും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടക്ടിവിറ്റി കുറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ decreases with the increase in dilution or decrease in concentration. Okay, conductivity of a solution decreases with the decrease in concentration or increase in dilution. Clear? എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ലാംഡ എം. സിമ്പൽ ലാംഡ എം. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ that containing 1 mole of electrolyte kept between 2 electrodes separated by length L and area of cross section A. ഒരു മോൾ ഇലക്ട്രോലൈറ്റിന്റെ ആസ് എ ഹോൾ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ മോളാർ കണ്ടക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഡയലൂഷൻ സമയത്ത് എന്താണ് സംഭവിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി ഡ്യൂറിങ് ഡയലൂഷൻ ഇൻക്രീസസ്. കണ്ടക്ടിവിറ്റി ഡ്യൂറിങ് ഡയലൂഷൻ ഡിക്രീസസ് എന്ന് നേരത്തെ പറഞ്ഞു. കാരണം യൂണിറ്റ് വോളിയത്തിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞത്. ആദ്യ ഭാഗം. ഇപ്പം പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഡ്യൂറിങ് ഡയലൂഷൻ ഇൻക്രീസസ് എന്നുള്ളതാണ്. കാരണം ഇവിടെ ആ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ വോളിയം നിൽക്കാനുള്ള ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പേസ് കൂടുമ്പോൾ അവിടെയുള്ള മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുന്നു. അവർ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോകുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. നേരത്തെ നമ്മൾ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള മോളിക്യൂളിന്റെ എണ്ണം ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ടിവിറ്റി
കുറയുമെന്ന് പറഞ്ഞത്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം കുറയും. അല്ല, ഒരുപാട് വോളിയത്തിനകത്ത്, ഫോർ എക്സാമ്പിൾ ഒരു 1 ലിറ്ററിനകത്ത് ഒരു 10 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം എന്ന് പറയുന്നത് ഒരു 20 ലിറ്റർ ആക്കിയാൽ ആ 10 മോളിക്യൂൾസ് അല്ലേ അവിടെയുള്ളൂ. പക്ഷെ ആ 10 മോളിക്യൂൾസ് നിൽക്കാനുള്ള സ്ഥലം 20 ലിറ്ററിലേക്ക് വന്നു. നേരത്തെ 1 ലിറ്ററിലാണ് 10 മോളിക്യൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 20 ലിറ്ററിലാണ് അതേ 10 മോളിക്യൂൾസ് ഉള്ളത്. ഇപ്പം 10 മോളിക്യൂളുകൾ വിട്ട് നിൽക്കുമ്പോൾ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള മോളിക്യൂളിന്റെ എണ്ണം കുറയും. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ പറയുന്നത് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആസ് എ ഹോൾ തന്നെ എടുക്കണം. ആ മൊത്തം കൂടിയ വെള്ളം കൂടി ഉൾപ്പെടെയുള്ള കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടെത്തണം. അതാണ് മൊളാർ കണ്ടക്ടിവിറ്റി. അങ്ങനെ നേരത്തെയുള്ള ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ, ഡയലൂഷൻ കൂട്ടുന്നതിന് മുമ്പേ, കോൺസെൻട്രേഷൻ എന്താണ് കുറക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണ്. വെള്ളം കൂടിയാലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണവും സെയിം ആണ്. പക്ഷേ ആ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള അവസരം ഡയലൂഷൻ സമയത്ത് കൂടുന്നതുകൊണ്ടാണ് മൊളാർ കണ്ടക്ടിവിറ്റി ആസ് എ ഹോൾ ആണ് കൺസിഡർ ചെയ്യുന്നത്, യൂണിറ്റ് വോളിയം അല്ല കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൊളാർ കണ്ടക്ടിവിറ്റി ഡയലൂഷൻ സമയത്ത് അതിന്റെ ഫ്രീ മൂവ്മെന്റ് കൂടുന്നതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കൂടുന്നെന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ കണ്ടക്ടിവിറ്റി ഡ്യൂറിംഗ് ഡയലൂഷൻ, മോളാർ കണ്ടക്ടിവിറ്റി ഡ്യൂറിംഗ് ഡയലൂഷൻ മാറിപ്പോകരുത്. കണ്ടക്ടിവിറ്റി ഡ്യൂറിംഗ് ഡയലൂഷൻ ഡിക്രീസസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് വോളിയം. ആ വേർഡ് പറഞ്ഞു പോരുത്, യൂണിറ്റ് വോളിയം. വെറാസ് മോളാർ കണ്ടക്ടിവിറ്റി increases on dilution, increases on increasing dilution or decrease in concentration. Concentration കുറയുക എന്ന് പറഞ്ഞാൽ ഡയലൂഷൻ കൂടുക എന്നുള്ളതാണ്. രണ്ട് പറഞ്ഞാലും അത് ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ഉത്തരം പറയാൻ പഠിക്കണം. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഡയലൂഷൻ. അപ്പൊ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്നോ ഇൻക്രീസ് ഇൻ ഡയലൂഷൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്ന് തന്നെയാണ്. വെള്ളം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡയലൂഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പാർട്ടിക്കിൾസ് ദൂരം പോകുന്നു, ഫ്രീ മൂവ്മെന്റ് കൂടുന്നു, കണ്ടക്ടിവിറ്റി വർദ്ധിക്കുന്നു ആസ് എ ഹോൾ. റെഡി? യെസ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി കപ്പ ഓർ കെ ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം. ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി എന്നുള്ളതാണ് ഇതിൻ്റെ റിലേഷൻ. ഇവിടെ കെ എടുത്തിരിക്കുന്നത് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന യൂണിറ്റിലാണ്. കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത് മോൾ പെർ മീറ്റർ ക്യൂബാണ്. മോൾ പെർ ലിറ്റർ തന്നു കഴിഞ്ഞാൽ മോൾ പെർ മീറ്റർ ക്യൂബിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അത് ഓർത്ത് വെക്കുക. മോൾ പെർ ലിറ്റർ തന്നു കഴിഞ്ഞാൽ മോൾ പെർ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ള റിലേഷനാണ് ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി. ഇവിടെ കെ തന്നിരിക്കുന്നത് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത് മോൾ പെർ മീറ്റർ ക്യൂബ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് വരിക ഓം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി കെ തന്നിരിക്കുന്നത് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് മോൾ പെർ സെൻറ്റിമീറ്റർ ക്യൂബിലും ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു കെ ഇൻറ്റു 1000 ബൈ സി. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെൻറ്റിമീറ്ററിലാണ് യൂണിറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ മീറ്ററിന് പകരം 1000 എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇവിടെ ഇനി പ്രതിപാദിക്കുന്ന രണ്ട് പ്രോബ്ലത്തിലും സൗകര്യാർത്ഥം മീറ്ററിലാണ് യൂണിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ സെൻറ്റിമീറ്ററിലായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട ഫോർമുല മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി, വേർ കെ ഈസ് ഇൻ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, സി ഇൻ മോൾ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, യെസ്. എങ്കിൽ നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം.
ഒന്നാമത്തെ പ്രോബ്ലം, resistance of a conductivity cell filled with 0.1 mole per liter KCl solution is 100 ohm. If the resistance of the same cell when filled with 0.02 mole per liter KCl solution is 520 ohm. ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൽ ആദ്യത്തെ പ്രാവശ്യം 0.1 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ എടുത്തപ്പോൾ 100 ഓം റെസിസ്റ്റൻസ് കിട്ടി. ഇനി ഇതേ കണ്ടക്ടിവിറ്റി സെല്ലിൽ തന്നെ 0.02 മോൾ പെർ ലിറ്റർ KCl എടുത്തപ്പോൾ 520 ഓം ആണ് റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. കാൽക്കുലേറ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ. അതായത് രണ്ടാമത് നിറച്ചിരിക്കുന്ന 0.02 മോൾ പെർ ലിറ്റർ KCl എടുത്തപ്പോൾ ഉണ്ടായിരിക്കുന്ന കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The conductivity of 0.1 mol per liter KCl solution is given as 1.29 Siemens per meter. ആദ്യം നമ്മൾ 0.1 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ എടുത്തപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി 1.29 Siemens per meter എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തിയറി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ KCl എടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ 0.1 മോൾ പെർ ലിറ്റർ KCl എടുത്തപ്പോൾ കണ്ടക്ടിവിറ്റി 1.29 തന്നിരിക്കുന്നു. അപ്പോൾ ആ 1.29 എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കണ്ടെത്താം. അങ്ങനെ സെൽ കോൺസ്റ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ ഒഴിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി അതിൻ്റെ റെസിസ്റ്റൻസ് 520 ഓം എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് കാൽക്കുലേറ്റ് സെൽ കോൺസ്റ്റൻറ്റ്. സെൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ 1.29 Siemens per meter എന്ന് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആ സമയത്ത് 100 ഓം ആണെന്ന് തന്നിരിക്കുന്നു. അതിൽ നിന്നും 129 മീറ്റർ ഇൻവേഴ്സ് എന്ന് സെൽ കോൺസ്റ്റൻറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റി തന്നതുകൊണ്ടാണ് നമുക്ക് ആ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടെത്താൻ പറ്റിയത്. അതാണ് തിയറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ടത്. സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലെ സൊല്യൂഷൻ തന്നു, അതിൻ്റെ കണ്ടക്ടിവിറ്റിയും തന്നു. അപ്പോഴും നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കിട്ടി. ഇതാ കിട്ടി 129 മീറ്റർ ഇൻവേഴ്സ്. ഇനി നമുക്ക് മറ്റേ സൊല്യൂഷൻ, രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ബൈ റെസിസ്റ്റൻസ്. തൊട്ട് മുമ്പേ കിട്ടിയ സെൽ കോൺസ്റ്റൻറ്റ് 129 മീറ്റർ ഇൻവേഴ്സ് ആണ്. റെസിസ്റ്റൻസ് ഇപ്പോൾ കിട്ടിയത് 520 ഓം ആണ്. അപ്പോൾ നമുക്ക് 0.248 Siemens per meter എന്ന് നമുക്ക് എന്ത് കിട്ടി? കണ്ടക്ടിവിറ്റി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K/C ആണ്. യൂണിറ്റ് മീറ്ററിൽ വരുമ്പോഴാണ് K/C എന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ കോൺസെൻട്രേഷൻ 0.02 മോൾ പെർ ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 20 മീറ്റർ ക്യൂബ് എന്ന കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ m ഈക്വൽ ടു K/C. K നേരത്തെ കിട്ടിയതാണ് 0.248 Siemens മീറ്റർ ഇൻവേഴ്സ് ബൈ ഇപ്പോൾ കോൺസെൻട്രേഷൻ കണ്ടെത്തി 20 മീറ്റർ ക്യൂബ്. രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 0.0124 Siemens മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഈ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയും കണ്ടുപിടിച്ചു, മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് 0.05 മോൾ പെർ ലിറ്റർ NaOH സൊല്യൂഷൻ ഓഫ് ഡയമീറ്റർ 1 cm ആൻഡ് ലെങ്ത് 50 cm ഈസ് 5.55 × 10⁻³ ഓം. കാൽക്കുലേറ്റ് ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് റെസിസ്റ്റൻസ് ഈക്വൽ ടു ρL/A എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ലെങ്ത് ഓഫ് ദി കോളമും ഏരിയ ഓഫ് ദി കോളവും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ A കണ്ടുപിടിക്കുന്നു, ഏരിയ. ഇത് ഇവിടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ്. പൈയുടെ വാല്യൂ 3.14 ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്ന ഡയമീറ്റർ 1 cm ആണ്.
1 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ. അപ്പോൾ r² ആകുമ്പോൾ 0.5² സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 0.785 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. ആ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.785 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് വിളിക്കും. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10⁻⁻² മീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁴ എന്ന് വരും. ഇനി റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ L/A എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്താൽ RA/L എന്ന് കിട്ടും. ഇവിടെ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5.5 ഇൻറ്റു 10⁻³ ഓം. അതുപോലെ നമുക്കിപ്പോൾ തൊട്ട് മുമ്പ് ഏരിയ കിട്ടിയിട്ടുണ്ട് 0.785 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. അതുപോലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മീറ്റർ ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 0.5 മീറ്റർ. 5.55 ഇൻറ്റു 10⁻³ ഓം ഇൻറ്റു 0.785 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ 0.5 മീറ്റർ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 0.87135 ഓം മീറ്റർ എന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടും. 0.87135 ഓം മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു 1 റെസിസ്റ്റിവിറ്റി ആണ്. അപ്പോൾ 1/0.87135 ഓം മീറ്റർ നമുക്ക് 1.148 സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനി മൊളാർ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാർ കണ്ടക്ടിവിറ്റി ലാംഡ ഈക്വൽ ടു K/C. ഇവിടെ കോൺസെൻട്രേഷൻ 0.5 മോൾ പെർ ലിറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0.05 മോൾ പെർ ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0.05നെ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 50 മോൾ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ലാംഡ m ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.148 ഇൻറ്റു സീമൻ മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 50 മോൾ പെർ മീറ്റർ ക്യൂബ്. സിംപ്ലിഫൈ ചെയ്താൽ 229.6 ഇൻറ്റു 10⁻⁻⁴ സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റിയും മൊളാർ കണ്ടക്ടിവിറ്റിയും ബേസ് ചെയ്തുകൊണ്ടുള്ള 2 പ്രോബ്ലംസ്. അപ്പോൾ 2 പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. molar conductivity increases on dilution. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു ഗ്രാഫാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് KCl നോക്കൂ, വീക്ക് ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡ് ഗ്രാഫ് നോക്കൂ. രണ്ട് തരാണ്. അത് KCl മാത്രം എടുക്കും. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ള പൊട്ടാസ്യം ക്ലോറൈഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിബൈൻ ഹക്കിൾ ഓൺസാഗർ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിച്ചത്. ആ പേര് നിങ്ങൾ പഠിക്കേണ്ടതില്ല. ആ ഇക്വേഷന്റെ പേര് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ലാംഡ m ഈക്വൽ ടു ലാംഡ m 0, ലാംഡ m ഇൻഫിനിറ്റി എന്നും വായിക്കാം, ലാംഡ m 0 എന്നും വായിക്കാം, മൈനസ് a√c. ഈ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. y ഈക്വൽ ടു mx പ്ലസ് സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെയുണ്ടാവും? y ഈക്വൽ ടു c പ്ലസ് mx അല്ലേ? ഈ ഇക്വേഷൻ പോലെ എഴുതിയാണ്. ഈ ലാംഡ m ഈക്വൽ ടു ലാംഡ m ഇൻഫിനിറ്റി മൈനസ് a√ca. ഞാൻ y ഈക്വൽ ടു c പ്ലസ് mx, y ഈക്വൽ ടു mx പ്ലസ് c ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ ഒന്ന് തന്നെ. y ഈക്വൽ ടു c പ്ലസ് mx. ഇതിൽ c ആണ് ലാംഡ m ഇൻഫിനിറ്റി അല്ലേ? x ആണ് √c, y ആണ് ലാംഡ m. അങ്ങനെ വരക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫിന്റെ സ്ലോപ്പാണ് എന്ത്? m ആണ് മൈനസ് a. ആ ഗ്രാഫിനെ പിറകോട്ട് ഇങ്ങനെ വലിച്ച് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുന്നു പറയും. എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് മുട്ടിച്ചു കഴിഞ്ഞാൽ y ആക്സിന് മുട്ടുന്ന പോയിന്റ് ആണ് c. ആ c ആണ് ലാംഡ m ഇൻഫിനിറ്റി. ഗ്രാഫിക്കൽ സ്റ്റഡി നിങ്ങൾക്ക് അറിയാലോ. y എക്സിനെതിരെ പ്ലോട്ട് ചെയ്താൽ y ഈക്വൽ ടു mx പ്ലസ് c ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്നും അതിന്റെ സ്ലോപ്പ് m ആണെന്നും ആ സ്ട്രെയിറ്റ് ലൈൻ y ആക്സിലേക്ക് വലിച്ച് മുട്ടിച്ചു കഴിഞ്ഞാൽ അത് മുട്ടുന്ന പോയിന്റ് c ആണെന്ന് നിങ്ങൾ മാത്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതറിയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ഇയർ നന്നായിട്ട് ബേസ് ഉള്ളവർക്ക് മാത്രമേ സെക്കൻഡ് ഇയർ പഠിക്കാൻ പറ്റൂ, കെമിസ്ട്രി ബിൽഡ് ചെയ്ത് പോകാൻ പറ്റൂ. കെമിസ്ട്രി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം തന്നെ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ പലതവണ പറഞ്ഞു തന്നതാണ്. മാത്സും കൂടി അറിയണമെന്ന് മനസ്സിലായില്ല ഇപ്പോൾ. അപ്പൊ ലാംഡ m √c ക്കെതിരെ പ്ലോട്ട് ചെയ്തു. ദാ ഗ്രാഫില്
അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം, ഏറ്റവും റൈറ്റ് സൈഡിലെ ഭാഗം നോക്കുക. എന്നിട്ട് കോൺസെൻട്രേഷൻ പിറകോട്ടാണ്. പിറകോട്ട് കോൺസെൻട്രേഷൻ വരിക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നാണ്. ഇങ്ങോട്ടാണ് നീങ്ങുന്നത്, കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പൊ ഡയലൂഷൻ കൂടുന്നു. രണ്ടും ചിന്തിക്കണം. കോൺസെൻട്രേഷൻ കുറയുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഡയലൂഷൻ കൂടുന്നു. ഡയലൂഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയും കൂടും. നേരത്തെ പഠിപ്പിച്ചു. മോളാർ കണ്ടക്ട് കൂടും. എല്ലാ ഗ്രാഫ് മേലോട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് കൂടുന്നില്ല, ചെറുതായിട്ട് കൂടുന്നുള്ളൂ. ആ ചെറുതായിട്ട് കൂടാനുള്ള കാരണം എന്താ? അതായത് നേരത്തെ ഉണ്ടായിരിക്കുന്ന അതേ ഇലക്ട്രോലൈറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അയോണുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വെള്ളം ഒഴിച്ചപ്പോൾ ഡയലൂഷൻ കൂടിയപ്പോഴും. പക്ഷെ അവർ തമ്മിലുള്ള ദൂരം കൂടി, മൂവ്മെന്റിന്റെ സ്പീഡ് കൂടി. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കുറച്ച് വർദ്ധിച്ചു. കണ്ടമാനം വർദ്ധിക്കുന്നില്ല. കാരണം എന്താ? പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഫസ്റ്റ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു 10 അയോൺ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് വെള്ളം എത്ര ഒഴിച്ചാലും അയോണിന്റെ എണ്ണം കൂടില്ലല്ലോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. ആദ്യമേ ഡിസോസിയേറ്റ് ചെയ്ത് വെള്ളം എത്ര ഒഴിച്ചു കഴിഞ്ഞാലും ആദ്യമേ ഡിസോസിയേറ്റ് ചെയ്ത് അത്ര അയോൺ തന്നെ അവിടെ ഉണ്ടാവും. അതിന് വർദ്ധിക്കൂല. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് വർദ്ധിക്കും. അത് പിന്നെ പറയും. അപ്പം പക്ഷെ അപ്പൊ അയണെണ്ണം വർദ്ധിക്കാതെ എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി വർദ്ധിക്കുന്നത് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അയോണുകൾ തമ്മിൽ ദൂരം കൂടി, ഫ്രീ മൂവ്മെന്റ് കൂടി, വേഗം കണ്ടക്ഷൻ നടത്താൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പം കണ്ടക്ടിവിറ്റി വർദ്ധിക്കുന്നു. ഇനി ആ ഗ്രാഫിനെ പലവോട്ടും എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കിട്ടുന്ന പോയിന്റ് എന്താണ്? ലാംഡായം ഇൻഫിനിറ്റി. അപ്പോൾ ഡയലൂഷൻ എന്താണ്? ഇൻഫിനിറ്റ് ഡയലൂഷൻ. അതുകൊണ്ടാണ് ലാംഡായം ഇൻഫിനിറ്റി, ലാംഡായം സീറോ ഡയലൂഷൻ, ഫുൾ ഡയലൂഷൻ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് ഡയലൂഷൻ. അപ്പൊ ഇൻഫിനിറ്റ് ഡയലൂഷനിലുള്ള മൊളാർ കണ്ടക്ടിവിറ്റിയാണ് ലാംഡായം ഇൻഫിനിറ്റി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കിട്ടിയല്ലോ ഗ്രാഫ്. ലാംഡായം റൂട്ട് സിക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു. ഒരു ഗ്രാഫ് കിട്ടുന്നു. ഗ്രാഫിന്റെ സ്ലോപ്പ് -a ആണ്. അത് ബാക്കോട്ട് വെച്ചാൽ മുട്ടുന്ന പോയിന്റ് സി ആണ് ലാംഡായം ഇൻഫിനിറ്റി. അതിനെ മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് വിളിക്കും. ലാംഡായം ഇൻഫിനിറ്റി എന്നോ ലാംഡായം 0 എന്നോ നിങ്ങൾക്ക് വിളിക്കാം. ഇനി നിങ്ങൾ അറിയേണ്ട സ്ലോപ്പ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോലൈറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിനകത്തുള്ള കാറ്റോണിന്റെയും ആനോണിന്റെയും ചാർജിനനുസരിച്ച് 1:1 ഇലക്ട്രോലൈറ്റ്, 1:2 ഇലക്ട്രോലൈറ്റ്, 2:2 ഇലക്ട്രോലൈറ്റ്, 2:1 ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറയും. NaCl, Na+Cl- 1:1 ഇലക്ട്രോലൈറ്റ്. ഓക്കെ, MgCl2. അപ്പൊ Mgയുടെ ചാർജ് 2 ആണ്. Cl ഒന്നിന്റെ ചാർജ് -1, 2:1 ഇലക്ട്രോലൈറ്റ്. AlCl3, Alന്റെ ചാർജ് 3 ആണ്. Clന്റെ ചാർജ് -1 ആണ്. 3:1 ഇലക്ട്രോലൈറ്റ്. MgSO4, Mgയുടെ ചാർജ് 2 ആണ്. SO4ന്റെ ചാർജ് 2 ആണ്. +2 - 2:2 ഇലക്ട്രോലൈറ്റ്. അപ്പൊ അതാണ് എ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൂടുതലായിട്ട് ഇക്വേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കാനില്ല. ആ ഗ്രാഫ് y = mx+c ഫോർമാറ്റിലാണെന്നും y x-നെതിരെ പ്ലോട്ട് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്നും അതിന്റെ സ്ലോപ്പ് m ആണെന്നും അത് y-ൽ മുട്ടുന്ന പോയിന്റ് c ആണെന്നും y ഇന്റർസെപ്റ്റ് c ആണെന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് ലാംഡായം റൂട്ട് സിക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു. എന്താണ്? സ്ലോപ്പ് -a കിട്ടുന്നു. അതുപോലെ എന്ത് കിട്ടുന്നു? നമുക്ക് y ഇന്റർസെപ്റ്റ് ലാംഡായം ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നു. റെഡി? യെസ്. ഇനി നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് പോവാണ്. അസറ്റിക് ആസിഡ്. ഇതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സെയിം ഗ്രാഫ്. ലാംഡായം റൂട്ട് സിക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഗ്രാഫ് നേരെ കുത്തനെ മേലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഡ്യൂറിങ് ഡയലൂഷൻ. ആദ്യം കിട്ടിയ പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു റൈറ്റ് സൈഡിൽ. വെള്ളം ഒഴിക്കുമ്പോൾ ഗ്രാഫ് കുത്തനെ മേലോട്ട് പോവാണ്. എന്താ കാരണം? അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വെള്ളം ഒഴിക്കുമ്പോൾ അത് ആദ്യം കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഡിസോസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള അസറ്റിക് ആസിഡ് മോളിക്യൂൾ കൂടി ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അധികമായി ഡിസോസിയേറ്റ് ചെയ്യും. ആദ്യം കുറച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കുറേ ഡിസോസിയേറ്റ് ചെയ്യാതെ ഇറങ്ങാണ്ടിരിക്കും. നിങ്ങളെല്ലാം പോലെ പഠിക്കാണ്ടിരിക്കും. പേടിപ്പിക്കുമ്പോഴേ കൂടുതൽ പഠിക്കുള്ളൂ. കുറച്ച് പഠിക്കും. ആരും പേടിപ്പിക്കുമ്പോൾ കൂടുതൽ പഠിക്കും. എന്നാൽ പഠിക്കുന്ന കുട്ടികളോ അതിനെ എല്ലാം പഠിക്കും. ആ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി ഹോംവർക്ക് ചെയ്യുന്നവർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അവർ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കും. ഡിസോസിയേറ്റിന് കൃത്യമായി ഡിസോസിയേറ്റ് ചെയ്യും. വീക്ക് ഇലക്ട്രോലൈറ്റോ രാത്രി പോയിട്ട് കുറച്ച് സമയം പഠിച്ച് പുസ്തകം കൂട്ടി വെച്ച് യൂട്യൂബിലേക്കെല്ലാം പോകും. അല്ലേ? അനാവശ്യമായി കാണാനും പോകും. ആരും അച്ഛനമ്മയെ പേടിപ്പിക്കുമ്പോഴോ ബാക്കി കൂടി പഠിക്കും. അപ്പൊ അതുപോലെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആദ്യം കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്താലോ അയോൺസിന്റെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കും.
പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ കണ്ടക്ടിവിറ്റി സഡൻ ആയിട്ട് വർദ്ധിക്കും. ഈ സഡൻ ആയിട്ട് വർദ്ധിച്ച് നേരെ മേലോട്ട് പോകും. നേരെ മേലോട്ട് പോകുമ്പോൾ എന്താ കുഴപ്പം സംഭവിച്ചത്? ആ ഗ്രാഫിനെ പിറകോട്ട് വലിച്ച് മുട്ടിച്ചിട്ട് എയിലേക്ക് എത്തിക്കാൻ പറ്റൂല, വൈ ആക്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കുത്തനെ പോകുന്ന സാധനം ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ നേരെ മേലോട്ടല്ലേ പോകും. ഈ വൈ ആക്സിൽ എത്തുമോ? ഇല്ല. ഗ്രാഫ് നോക്കൂ, എത്തില്ല. അപ്പൊ ഒരിക്കലും ഇൻഫിനിറ്റ് ഡയലൂഷൻ, സീറോ ഡയലൂഷൻ, ഇൻഫിനിറ്റ് ഡയലൂഷൻ ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റി വീക്ക് ഇലക്ട്രോലൈറ്റിന് കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡയലൂഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ ഇത് ഇതുപോലെ കണ്ടെത്താൻ പറ്റും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. റെഡി? അങ്ങനെയാണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കോൾറാഷ്യസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് സ്റ്റഡി ചെയ്തത്. ഇപ്പോൾ കോൾറാഷ്യസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ കോൾറാഷ്യസ് ലോ പറയുന്നുണ്ട്. എന്താണ് കോൾറാഷ്യസ് ലോ, അയോണിന്റെ കണ്ടക്ടിവിറ്റി എന്താണ് കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ, സെൽ കോൺസ്റ്റന്റ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ് വെച്ചുള്ള ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് കണ്ടക്ടിവിറ്റി എന്നാൽ എന്ത്, മോളാർ കണ്ടക്ടിവിറ്റി എന്നാൽ എന്ത്, അതിന്റെ ഡെഫിനേഷനും മറ്റു കാര്യങ്ങളും. മൂന്നാമത് പറഞ്ഞത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. 3 കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഹൗ വി ക്യാൻ മെഷർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. 2 സെക്ഷനായിട്ട് ആൻസർ പറഞ്ഞു. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് പറയണം. അതിന് സെക്കൻഡ് പാർട്ട് കാൽക്കുലേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഈക്വൽ സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. നേരത്തെ കണ്ടെത്തിയ സെൽ കോൺസ്റ്റന്റിനെ ഇപ്പം കണ്ടെത്തിയ റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ കണ്ടക്ഷനാണ്. അത് ഡയലൂഷൻ കൂടുന്തോറും യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. അങ്ങനെയാണല്ലോ. ഒരു റൂമിനകത്ത് 150 പേരുടെ വിചാരിക്കും. ആ റൂമിനെ വലിയ റൂമാക്കിയിട്ട് മാറ്റി കഴിഞ്ഞാലോ 50 പേരേ ഉള്ളൂ. വലിയ റൂമാക്കി ചുമരുകളൊക്കെ പൊളിച്ച് വലിയ റൂമാക്കിയാൽ എല്ലാവരും വിട്ട് നിൽക്കും. അല്ല, അപ്പൊ തിക്ക് കുറയും, ദൂരം നിൽക്കും. അതേപോലെ തന്നെയാണ് പാർട്ടിക്കിൾസിന്റെ എണ്ണം മാറുന്നില്ല, പക്ഷെ വെള്ളം കൂടുമ്പോൾ ദൂരം പോകും. അപ്പൊ യൂണിറ്റ് വോളിയം എടുക്കുമ്പോഴോ, അതായത് നേരത്തെ നിങ്ങൾ ഒരു റൂമില് 10 ഡെസ്കും ബെഞ്ചിൽ ആളിരുന്നത് ആ റൂമിൽ ഭിത്തി അങ്ങ് പൊളിച്ചിട്ട് കുറേ ഡെസ്കും ബെഞ്ചും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിട്ടിരിക്കും. അപ്പം ഒരു ഡെസ്ക് ബെഞ്ച് നേരത്തെ നമ്മൾ തിക്കായിട്ട് 5 പേരിരുന്നെങ്കിൽ ഇപ്പൊ കുറേ ഡെസ്ക് ബെഞ്ച് കണ്ടപ്പോൾ എല്ലാവരും മാറി ഇരുന്നപ്പോൾ ആ ഡെസ്ക് ബെഞ്ചിനകത്തുള്ള കുട്ടിയുടെ എണ്ണം എന്താണ് 1 2 ആയിരിക്കും അല്ലേ? അതേപോലെയാണ് യൂണിറ്റ് വോളിയത്തിനകത്തുള്ള, യൂണിറ്റ് ഡെസ്കിനകത്തുള്ള യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പാർട്ടികളുടെ എണ്ണം കുറയുന്നു. അപ്പൊ കണ്ടക്ടിവിറ്റി കുറയുന്നു. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ മൊത്തം വെള്ളം എടുക്കണം. ആ മൊത്തം വെള്ളത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് മാറുന്നില്ല. പക്ഷെ പാർട്ടിക്കിൾക്ക് നമ്മൾ ദൂരം കൂടുകയാണ് ചെയ്യുന്നത്. വിട്ട് നിൽക്കുമ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. രണ്ടാളും തമ്മിൽ ബന്ധമില്ലെങ്കിൽ, രണ്ടാൾ കൈ പിടിച്ചിരുന്നെങ്കിൽ, രണ്ടാൾക്കാർ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കൈ വിട്ട് കഴിഞ്ഞാലോ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? രണ്ടാൾ അടുത്തടുത്ത് നിന്നിട്ട് കൈ മുറുക്കി പിടിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. വിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ കണ്ടക്ടൻസ് കൂടും. കണ്ടക്ടിവിറ്റി ഡയലൂഷൻ സമയത്ത് കുറയുമെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അത് ആദ്യം ഉറപ്പിക്കണം. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലേക്കും വീക്ക് ഇലക്ട്രോലൈറ്റിലേക്കും നമ്മൾ വന്നു. സ്ട്രോങ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് കണ്ടക്ടിവിറ്റി സഡൻ ആയിട്ട് ഭയങ്കരമായിട്ട് കൂടില്ല. കുറച്ച് കൂടാനുള്ള കാരണം അയോൺസിന്റെ ദൂരം, അയാൾക്ക് അട്രാക്ഷൻ കുറയുന്നു, അയാൾക്ക് മൊബിലിറ്റി കൂടുന്നു, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡയലൂഷൻ സമയത്ത് അയോൺസിന്റെ എണ്ണം വീണ്ടും കൂടുന്നു. ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോണിന്റെ എണ്ണം കണ്ടമാനം വർദ്ധിക്കുമ്പോൾ സഡൻ ആയിട്ട് അങ്ങ് കൂടും. സഡൻ ആയിട്ട് കൂടുമ്പോൾ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടെത്താൻ പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇൻഫിനിറ്റ് ഡയലൂഷൻ ആയി കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ അയോണുകളുടെ മോളാർ കണ്ടക്ടിവിറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഒരു കൺസെപ്റ്റ് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഈ വീഡിയോ വീണ്ടും കണ്ടുകൊണ്ട് അത് ഉറപ്പുവരുത്തുക. അപ്പൊ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വെറുതെ നിങ്ങൾ ക്ലാസ് കണ്ടുപോകരുത്. കൃത്യമായി പഠിക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കുന്നത്.
സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ട് ഇപ്പോൾ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യാമെന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.